ഹലോ കളിക്കട്ടെ ഇതേപോലെ Good morning to all. Good morning, Miss. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, miss. Good morning, ma'am. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? Good morning, miss. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? Regulatory body. പിന്നെ എന്തൊക്കെ പഠിച്ചു? Diagnosis area. Diagnostic area. Radiation protection. Radiation protection. Measures to be taken for protection. അല്ലേ? അതിൽ നമ്മൾ മെഷേഴ്സ് ഏതൊക്കെയാ പഠിച്ചത്? ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ള മെഷേഴ്സാ പഠിച്ചത്? For patients, staffs. Okay. അപ്പോ പേഷ്യൻസിന് പബ്ലിക് പറഞ്ഞിട്ടില്ല. എന്താണ് പബ്ലിക് പറഞ്ഞിട്ടില്ല? ശരി. ഓക്കെ, അപ്പൊ പേഷ്യൻസിന് എന്തൊക്കെയാണ്? ഈ ചാപ്റ്റർ ഒന്നുകൂടെ പറഞ്ഞു തരുമോ? ഫസ്റ്റ് തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ക്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് ഡൗട്ട്സ് ചോദിച്ചോളൂ. ഓക്കെ ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ക്ലാസ് ഒന്നും കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ചാപ്റ്റർ ഇന്നൊരു 10-15 മിനിറ്റ്സോളം നമുക്ക് തീരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മള് പബ്ലിക് പേഷ്യൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊട്ടക്ഷൻ ആണ് വേണ്ടതെന്നാ പറഞ്ഞേ? എന്തൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പേഷ്യൻസിന് വേണ്ടിയിട്ട്? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ, എന്തൊക്കെയാ വേണ്ടേ? എക്സ്റേ, CTC സ്കാൻ കറക്റ്റായ ഡോസിൽ കൊടുക്കണം പേഷ്യൻസിന്. അതുപോലെ പിന്നെ പേഷ്യൻസിന് ഏത് പാർട്സിനാണോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അത് മാത്രം വെച്ച് ബാക്കിയെല്ലാം കവർ ചെയ്യണം. പിന്നെ 2 പോയിന്റ് കൂടിയില്ലേ? ക്വാളിറ്റിയും മെഷീൻ ക്വാളിറ്റി ആൻഡ് മെഷീൻ എല്ലാം ഇടയില് ചെക്ക് ചെയ്യണം. ഓക്കെ, എക്സ്റേ സോഴ്സിന് അടുത്ത് അധികം ടൈം സ്പെൻഡ് ചെയ്യരുത് അല്ലെ? ഓക്കെ, സ്റ്റാഫുകൾക്ക് വേണ്ടതായിട്ടുള്ള ആര് പറയും? സ്റ്റാഫുകൾക്ക് വേണ്ടതായിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണ്? സ്റ്റാഫുകൾക്ക് വേണ്ട മെഷീനും പിന്നെ കൺട്രോൾ പാനലും തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ അകലെയായിരിക്കണം. ഓക്കെ, പിന്നെ എന്തൊക്കെ യൂസ് ചെയ്യണം നമ്മൾ അതിന്റെ ആ റൂമില്? പിന്നെ രോഗികളെ കറക്റ്റ് പൊസിഷനിൽ കിടത്തുമ്പോൾ ഗ്ലൗസ്, ഗോഗിൾസ്, ലീഡ് അപ്രോൺ ഉപയോഗിക്കണം. ഓക്കെ, വേറെ എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് തന്നെ പഠിച്ചില്ലേ നമ്മൾ? ഇൻസ്ട്രുമെന്റ് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് പഠിച്ചത്? ഡോസിമീറ്റർ. യെസ്, വെരി ഗുഡ്. ഡോസിമീറ്റർ. അത് എന്തിനു വേണ്ടിയിട്ടാ? എന്ത് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്? എന്ത് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്? Pressure exposure, radiation exposure ആണ് മെഷർ ചെയ്യുന്നത്. അയനൈസിംഗ് റേഡിയേഷൻസിന്റെ എക്സ്പോഷർ മെഷർ ചെയ്യുന്നു. ശരി, അതൊരു ഗിവൺ പീരിയഡിൽ അല്ലെ, ഒരു നിശ്ചിത കാലയളവില് എത്രത്തോളം റേഡിയേഷൻസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ്. ആർക്ക് വരുന്നതാണ് ഇത്? ആരുമായി ബന്ധപ്പെട്ടതാണ്? സ്റ്റാഫ്സിനുമായി ബന്ധപ്പെട്ടത്. വെരി ഗുഡ്, സ്റ്റാഫ്സുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എത്രത്തോളം ഒരു ഗിവൺ പീരിയഡിൽ എത്രത്തോളം റേഡിയേഷൻസ് അവർക്ക് എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അതിന്റെ ഒരു മെഷർമെന്റ് ആണ് അവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഡോസിമീറ്റർ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് എന്താണ്? ഓരോ മാസവും എന്ത് ചെയ്യണം? ഈ റേഡിയേഷൻസ് എത്രത്തോളം എക്സ്പോഷർ ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തിരിക്കണം അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് പബ്ലിക് പഠിക്കാം.
ഓക്കെ, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രൊട്ടക്ഷൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ പബ്ലിക് എന്ന് പറയുമ്പോൾ ആരാ? പൊതുജനങ്ങൾ അല്ലെ. അവരുമായി ബന്ധപ്പെട്ട റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഏതാണ്? പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെ. പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കണേ. അപ്പൊ പബ്ലിക്കിന് വേണ്ടിയിട്ട്, നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റേഡിയേഷനിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുക്കുന്നത്? ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? അറ്റ് ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്. ഓക്കെ, ജനറൽ ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ ട്രാഫിക് പൊതുവായിട്ടുള്ള തിരക്ക് അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില് കുറെ ഏരിയയിൽ നമുക്കിപ്പോ എല്ലാ ഏരിയാസിലും നമുക്ക് പേഷ്യൻസ് എന്താണ് കൂടുതലായിട്ട് തിരക്കുണ്ടാവില്ല. ഇപ്പൊ കാഷ്വാലിറ്റി ഏരിയയിലോ ഇപ്പൊ OP ചീട്ട് എടുക്കുന്ന ആ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ ഫാർമസി ഏരിയയിലോ ഒക്കെ ഒത്തിരി തിരക്കുള്ള ഏരിയൽസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള തിരക്കുള്ള ഒരു ഏരിയയിൽ ഒരിക്കലും ഈ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ കൊണ്ടുവയ്ക്കരുത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ലൊക്കേഷൻ ഒക്കെ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞതല്ലേ ഓൾറെഡി. പൊതുവായിട്ടുള്ള തിരക്കുള്ള ഒരു ഏരിയയിലായിരിക്കരുത് എപ്പോഴും എന്താ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ വെക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, പൊതു തിരക്കിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അറ്റ് ഡിസ്റ്റൻസ് കുറച്ച് അകലം പാലിച്ച് വേണം ഇങ്ങനെയുള്ള റേഡിയോളജി റൂമുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ്? ഈ പൊതുജനങ്ങൾക്ക് ഇങ്ങനെ വരുന്ന ഈ റേഡിയോളജി റൂമുകളിൽ നിന്ന് വരുന്ന ഈ റേഡിയേഷൻസ് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ പൊതു തിരക്കുള്ള ഏരിയകളിൽ നിന്നും മാറ്റി ഒരു സെപ്പറേറ്റ് ഏരിയയിൽ കുറച്ച് അകലമുള്ള ഒരു ഏരിയയിലായിരിക്കണം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? യൂസ് വാർണിംഗ് ബോർഡ്. എന്താണ് വാർണിംഗ് എന്ന് പറഞ്ഞാല്? എന്താണ്? മുന്നറിയിപ്പ് അല്ലെ. വാർണിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുന്നറിയിപ്പ്. വാർണിംഗ് ബോർഡുകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളുടെ ഫ്രണ്ടിലൂടെ ഒക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇവിടെ റേഡിയേഷൻ ഏരിയ ആണ് നമ്മുടെ വാർണിംഗ് ബോർഡ്സ്. ഓക്കെ, അങ്ങനെയുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ എന്തിനു വേണ്ടി വെക്കണം? ഈ പബ്ലിക് അതായത് നമ്മുടെ പൊതുജനങ്ങള് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഇന്ന ഏരിയയില് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്, അപ്പൊ ആ ഏരിയയിലോട്ട് അധികം ആർക്കും പ്രവേശനമില്ല എന്നുള്ള രീതിയിലുള്ള അവിടെ റേഡിയേഷൻ കൂടുതലായിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ബോധവാന്മാരാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ ഹോസ്പിറ്റൽസ് സ്ഥാപിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്? യെല്ലോ ഗ്ലോ സൈറ്റ്സ് ഫോർ റേഡിയേഷൻ ഏരിയ. എന്താണ് യെല്ലോ ഗ്ലോ എന്ന് പറഞ്ഞാൽ? എന്താ? തിളങ്ങുന്ന അല്ലെ. അപ്പൊ മഞ്ഞ നിറത്തില് തിളങ്ങുന്ന എന്താണ് സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കണം. എന്തിനെ കുറിച്ചാണ്? ഇതൊരു റേഡിയേഷൻ ഏരിയ ആണ്, എന്താണ് നമുക്ക് ഹെൽത്തും അപകടമായിട്ടുള്ള ഒരു ഏരിയ ആണ്, ഹൈ റേഡിയേഷൻസ് ആണ് വരുന്നത് എന്നുള്ളതിനെ പറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ താഴത്തോട്ട് നോക്കിയേ, ഈ ഒരു ബോർഡ് കണ്ടോ? ഇതാണ് യെല്ലോ സൈൻ ബോർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പോർഷൻ എഴുതിയിട്ടുണ്ട് അല്ലെ, ഹൈ റേഡിയേഷൻ ഏരിയ എന്നൊക്കെ എഴുതിയ ഇങ്ങനെയുള്ള ബോർഡുകൾ റേഡിയേഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള അടയാളങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ബോർഡുകൾ സ്ഥാപിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇതുവഴി എന്താണ്? പബ്ലിക്കിന് ഒരു അവയർനെസ് കിട്ടാല്ലേ, ഇന്ന ഏരിയയിൽ റേഡിയേഷൻ ഏരിയ ആണ്, അപ്പൊ അവിടേക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്തവർക്ക് ഭാഗത്തേക്ക് പോവണ്ട. ഓക്കെ, നമുക്ക് അത്യാവശ്യമായിട്ട് ഇങ്ങനെയുള്ള റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്കാനിങ്ങുകളോ എക്സ്റേ ഒക്കെ ചെയ്യേണ്ട ആൾക്കാർക്ക് മാത്രം അങ്ങോട്ട് പോയാൽ മതി. മറ്റുള്ളവർക്ക് ഇത് കാണുമ്പോൾ എന്താണ്? ഓക്കെ, അവിടെ ഇന്ന ഏരിയ ആണ്, അപ്പൊ അവിടേക്ക് നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, ഇങ്ങനെ ഒരു റേഡിയേഷൻ ഏരിയ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈൻ ബോർഡ്സ് സ്ഥാപിക്കണം. ഓക്കെ, അടുത്തതായി പോയിന്റ് നോക്കിയാൽ ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ്സ് ആർ ക്ലിയർലി സീൻ. എന്താണ്? നമ്മൾ കണ്ടിട്ടുണ്ടാവും എക്സ്റേ എടുക്കാൻ പോയി കഴിയുമ്പോ ആ എക്സ്റേ എടുക്കുന്ന റൂമിന്റെ പുറത്തായിട്ട് ഒരു ലൈറ്റ് ഉണ്ടാവും. ഓക്കെ, ആ എക്സ്റേ എഴുതിയിരിക്കുന്ന ആ റൂമിന്റെ പുറം വശത്തായിട്ട് മുകളിലായിട്ട് ഒരു ലൈറ്റ് ഉണ്ടാവും. അത് റെഡ് കളർ ലൈറ്റ് ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിച്ചിട്ടില്ലാത്തവരെ ഇനി പോകുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ റെഡ് കളർ ലൈറ്റ് ഉണ്ടാവും. ആ റെഡ് കളർ ലൈറ്റ് എന്താ? ക്ലിയർലി അല്ലേ, വാർണിംഗ് ലൈറ്റ് ആണത്. അതാണ് മുന്നറിയിപ്പ് നൽകുന്ന ലൈറ്റ് ആണ്. ആൻഡ് ക്ലിയർലി സീൻ ആൻഡ് ലിറ്റ്. എന്താണ്? അത് പ്രകാശിച്ചുകൊണ്ടിരിക്കും. When the X-ray machine behind the leaded door is discharging radiation. Okay, അപ്പൊ എന്താണ്? ഈ വാർണിംഗ് ലൈറ്റ്, അതായത് ഒരു റെഡ് കളർ ലൈറ്റ് നമ്മുടെ എക്സ്റേ റൂമുകളുടെ ഫ്രണ്ടിൽ ഉണ്ടാവുന്ന നമ്മൾ
പറഞ്ഞില്ലേ, ആ റെഡ് കളർ ലൈറ്റ് എന്ത് ചെയ്യും, ഈ എക്സ്റേ അതായത് ഈ റൂമിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ ലീഡഡ് ഡോറിന്റെ പിന്നിൽ എന്താണ് എക്സ്റേ എടുക്കുകയാണ് അല്ലെ ആ റൂമില്. അപ്പൊ ആ എക്സ്റേ എപ്പോഴാണോ എടുക്കുന്നത് ആ സമയത്ത് ഈ ലൈറ്റ് എന്ത് ചെയ്യും, കത്തിക്കിടക്കുമായിരിക്കും. ഓക്കെ, ഒരു പേഷ്യന്റ് അകത്ത് കയറി ആ പേഷ്യന്റിനെ എക്സ്റേ എടുക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താണ് ഈ റെഡ് ലൈറ്റ് കത്തും. ഓക്കെ, അത് എപ്പോഴാണ് നിൽക്കുള്ളൂ, ഈ പേഷ്യന്റിന്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ റെഡ് ലൈറ്റ് എന്ത് ചെയ്യുള്ളൂ, ഓഫ് ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു ഓഫ് ആവുന്നത് അതെന്താണ് കാണിക്കുന്നത്, ഇങ്ങനെയുള്ള എക്സ്റേ എടുക്കുമ്പോൾ അവിടെ റേഡിയേഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റേഡിയേഷൻസ് ഉള്ളിൽ ആ റൂമില് എക്സ്റേ എടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട് റേഡിയേഷൻസ് പുറത്തു വിടുന്നുണ്ട്. അപ്പൊ അതെന്താണ്, നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ്. ആ റേഡിയേഷൻ ഉള്ളൊരു റൂമാണ്, എന്താ അവിടേക്ക് എന്താണ് അബദ്ധവശാലൊന്നും അങ്ങോട്ട് കടക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു ലൈറ്റ് ആണ് റെഡ് കളറിൽ കാണുന്ന ആ ഒരു കത്തിരിക്കുന്ന ഒരു വാർണിംഗ് ലൈറ്റുകൾ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വാർണിംഗ് ലൈറ്റ് ഇടുന്നത്, ടു പ്രിവെന്റ് അൺഇന്റൻഷണൽ എന്ന് പറഞ്ഞാൽ എന്താ, അബദ്ധവശാല് ഓക്കെ എൻട്രി ഇൻ ടു ദ റൂം വിത്തൗട്ട് വെയറിംഗ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അതായത് ഏതെങ്കിലും വ്യക്തികള് ചിലപ്പോ അവർക്ക് അറിയില്ലായിരിക്കും അങ്ങനെ ഒരു റേഡിയേഷൻ റൂം ആണെന്ന് അറിയാതെ അവരെന്ത് ചെയ്യും, അങ്ങനെ പെട്ടെന്ന് ചിലപ്പോ അബദ്ധവശാല ആ റൂമിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ കയറിയാൽ എന്താണ് പ്രശ്നം, അവരങ്ങനെ റേഡിയേഷനിൽ നിന്നും പ്രൊട്ടക്ഷൻ വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ ധരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണ് ധരിച്ചു പോകണം, ഏപ്രൻസ് ധരിക്കണം, ഗ്ലൗസ് ധരിക്കണം അല്ലെ, ഗൂഗിൾസ് ധരിക്കണം, അങ്ങനെയുള്ള കുറച്ച് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ധരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. അപ്പൊ അങ്ങനെയുള്ളതൊന്നും ധരിക്കാതെ ആരെങ്കിലും അബദ്ധവശാല് ആ റൂമിൽ കയറിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഡയറക്റ്റ് അവർക്ക് റേഡിയേഷൻ അവരുടെ ശരീരത്തിലേക്ക് എത്തില്ലേ. അപ്പൊ ആ ഒരു കണ്ടീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും എന്തിങ്ങനെയുള്ള വാർണിംഗ് ലൈറ്റുകള് ഈ എക്സ്റേ റൂമുകളിലേക്ക് ഫ്രണ്ടിലായിട്ട് റെഡ് കളറിൽ കത്തിക്കിടക്കുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് എക്സ്റേ മെഷീൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്, ഏത് പേഷ്യന്റിനെയാണോ അവിടെ എക്സ്റേ എടുക്കാൻ തുടങ്ങുന്നത് ആ ടൈമിൽ ആ റെഡ് കളർ ലൈറ്റ് കത്തും. അതിനുശേഷം എന്താണ് എക്സ്റേ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ലൈറ്റ് ഓഫ് ആവുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഇനി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. പോകുമ്പോ അപ്പോ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇത്രയും 4 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ്, തിരക്കുള്ള ഏരിയ അല്ലെ, പൊതുജനങ്ങള് കൂടുതലായിട്ട് വന്ന് തിരക്കുള്ള ഒരു ഏരിയയിൽ നിന്നും മാറ്റി അവരുടെ ആ ഒരു എന്താണ് ട്രാഫിക് ഏരിയയിൽ നിന്നും മാറ്റി അകലെ ആയിരിക്കണം, കുറച്ച് അകലെ ആയിരിക്കണം ഈ ഒരു റേഡിയോളജി റൂമുകൾ സെറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്, അവർക്ക് മറ്റുള്ള ഇത്രയും പേർക്കും ഈ റേഡിയേഷനിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റേഡിയേഷനിൽ നിന്നും അത്രയധികം റേഡിയേഷൻസ് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് പാലിച്ചിരിക്കണം. എന്താ, വാർണിംഗ് ബോർഡുകൾ അല്ലെ, മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക. മുന്നറിയിപ്പ് ബോർഡുകൾ എന്നൊരു റേഡിയേഷൻ ഏരിയ ആണ്, റേഡിയേഷൻസ് ഇവിടെ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പൊ കഴിവതും അവിടെ നിന്ന് അകലം പാലിക്കണം എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക. അതുപോലെ എന്താ, യെല്ലോ ഗ്ലോ സൈൻസ് അല്ലെ, ഈ റേഡിയേഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള യെല്ലോ ഗ്ലോ ആയിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള ഇങ്ങനെ തിളങ്ങുന്ന രീതിയിലുള്ള ഇങ്ങനെ ഉള്ള വാർണിംഗ് ബോർഡുകളും സ്ഥാപിക്കുക. പിന്നെ എന്താ പറഞ്ഞത്, എക്സ്റേ റൂമുകളിലൊക്കെ എന്ത് ചെയ്യണം, പുറത്ത് വാർണിംഗ് ലൈറ്റുകൾ കൊടുക്കുക. അത് ഈ എക്സ്റേ എപ്പോഴാണോ ഓൺ ചെയ്യുന്നത്, അവിടെ റേഡിയേഷൻസ് എപ്പോഴാണോ പുറത്ത് വിടുന്നത് ആ ടൈമിൽ എന്ത് ചെയ്യണം, ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ലൈറ്റ് റെഡ് കളറിൽ ബട്ടണുള്ള ലൈറ്റ് കത്തിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ പ്രൊസീജിയർ തീരുമ്പോൾ അത് ഓഫ് ചെയ്യുക. അപ്പൊ എന്താണ്, പുറത്തുള്ള ആളുകൾക്ക് എന്ത് മനസ്സിലാവും, ഇത് സാധാരണ ഒരു നോർമൽ റൂം അല്ല, മറിച്ച് എന്താണ് അവിടെ റേഡിയേഷൻസ് ആണ് അവിടെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, അബദ്ധവശാലായിട്ട് ഒരാളും അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വാർണിംഗ് ലൈറ്റുകളും കൊടുക്കുന്നത്. ക്ലിയർ ആയോ? എക്സ്പ്ലെയിൻ ചെയ്യണോ അതൊന്നും കൂടി? ഓക്കെ, അപ്പൊ 4 പോയിന്റ്സ് ആണ് നമ്മൾ പബ്ലിക്കിൽ പറഞ്ഞത് അല്ലെ. അപ്പൊ 3 4 പോയിന്റ്സ് വീതമാണ്, മാറിപ്പോവാതെ പഠിച്ചു വെക്കാണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ഇപ്പൊ നമ്മുടെ ഒരു പബ്ലിക് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടണം, ഇപ്പൊ നമ്മൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ എന്തൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ പേഷ്യൻസ് ആണെങ്കിൽ ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തു തരണം എന്നുള്ളത് ഇത് റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കും കേട്ടോ. ഓക്കെ,
ക്ലിയർ? അപ്പൊ നമുക്ക് ഇത്രയുമാണ് മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ അല്ലെ. ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളത്? പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ളത് പറഞ്ഞു, പബ്ലിക്കിന് വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് പറഞ്ഞു. അപ്പൊ അതോടൊപ്പം തന്നെ ഈ 3 റേഡിയേഷൻ പ്രൊട്ടക്ഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അത് ആർക്ക് വേണ്ടിയിട്ടാ? സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് അല്ലെ. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആർക്ക് വേണ്ടിയിട്ടാ? പേഷ്യൻസിന് വേണ്ടിയിട്ട് അല്ലെ. പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആർക്ക് വേണ്ടിയിട്ടാ? പബ്ലിക്കിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ. അടുത്തത് എന്താണെന്ന് നോക്കി, അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ് അല്ലെ. ഇനി നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഏതൊരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പഠിച്ചാലും അതിന്റെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. അവസാനം എന്താണ് അതിന്റെ എല്ലാത്തിന്റെയും ഭാഗമായിട്ട് അഡ്മിനിസ്ട്രേഷന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് അല്ലേ പഠിക്കുന്നത്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. Okay, that is enlarging and concerning all radiology department policies and course of action for the radiology department. എന്താണ് enlarging എന്ന് പറയുന്നത്? enlarging എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ വികസിപ്പിക്കുക എന്നുള്ളതാണ്. മീനിങ് അറിയാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. enlarging എന്ന് പറഞ്ഞാൽ എന്താ? വികസിപ്പിക്കുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. then concerning എന്ന് പറഞ്ഞാൽ എന്താ? concerning അപ്രൂവൽ അല്ലെങ്കിൽ അനുമതികൾ നൽകുക അല്ലെ. കൺസേൺ കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അപ്രൂവൽ അല്ലെങ്കിൽ അനുമതികൾ നൽകുക. ഓൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പോളിസീസ് ആൻഡ് എന്താണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട കുറച്ച് പോളിസീസ് ഉണ്ട്, അതായത് കുറച്ച് നയങ്ങളുണ്ട്. ആൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നടപടിക്രമങ്ങള്. ഓക്കെ. അറിയാത്തവരാണെങ്കിൽ ഒന്ന് എഴുതി വെക്കണേ. കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നടപടിക്രമങ്ങള്. അപ്പൊ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചില പോളിസീസ് അല്ലെ. ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് നയങ്ങളുണ്ട്. അവരുടേത് എങ്ങനെയായിരിക്കണം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ഹോസ്പിറ്റലിൽ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് പോളിസീസ് ഉണ്ട്. ആ പോളിസീസും അവരുടെ നടപടിക്രമങ്ങളും എങ്ങനെയായിരിക്കണം എന്നുള്ളത് എന്ത് ചെയ്യണം, എങ്ങനെ രീതിയിൽ വികസിപ്പിക്കാം, അതിനുള്ള ആവശ്യമായിട്ടുള്ള അപ്രൂവൽ ഒക്കെ നൽകുന്നത് ആരുടെ ഭാഗത്തു നിന്നാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നാണ്. ഓക്കെ. അപ്പൊ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്, അതുപോലെ തന്നെ മറ്റേതൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ അധികം വികസനങ്ങൾ നടക്കുന്നതും വികസനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ അപ്രൂവൽ ഒക്കെ കൊടുക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. അതിൽ വരുന്ന മെയിൻ പോയിന്റ്സ് ഒന്ന് നോക്കിയേ. എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളെന്ന്? ദ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യൻസ് ഷുഡ് ബി so planned that inpatients need not have to wait excessively. എന്താണ്? അപ്പോയിന്റ്മെന്റുകൾ എടുക്കുക അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന ഒരു ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് റേഡിയേഷൻസ് അങ്ങനെയുള്ള ഇമേജിംഗ് ടെക്നോളജീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ? പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ് എടുക്കും അല്ലെ. അതിൽ പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് വാർഡ് പേഷ്യൻസ് ആണ്. അതായത് വാർഡ് പേഷ്യൻസ് അല്ലെങ്കിൽ ഇൻപേഷ്യൻസ് എന്ന് അവരെ പറയാം അല്ലെ. നമുക്ക് വാർഡില് എന്താണ് താമസിച്ച് ചികിത്സ നടത്തുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം? വാർഡ് പേഷ്യൻസ് അല്ലെങ്കിൽ വാർഡിൽ എന്താണ് കിടന്ന് ചികിത്സിക്കുന്നവര്, അവിടെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്ത് ചികിത്സിക്കുന്നവരാണ് വാർഡ് പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരുടെ എങ്ങനെ അപ്പോയിന്റ്മെന്റുകൾ, ഇപ്പൊ എക്സ്റേ എടുക്കാനായിക്കോട്ടെ, സ്കാനിങ് എടുക്കാനായിക്കോട്ടെ, അപ്പൊ അങ്ങനെയുള്ള ഇവിടെ ഇൻപേഷ്യൻസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ കിടന്ന് ചികിത്സിക്കുന്നവരുടെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയായിരിക്കണം? ഷുഡ് ബി സോ പ്ലാൻഡ്. എങ്ങനെയായിരിക്കണം? വളരെയധികം ആസൂത്രണം ചെയ്തായിരിക്കണം. അതിന്റെ ടൈമിങ് എപ്പോഴാണ് വേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കും. കാരണം എന്താ? ആൻഡ് നീഡ് നോട്ട് ഹാവ് ടു വെയിറ്റ് എക്സസീവ്ലി. അതെന്താണ്? ഒത്തിരി കൂടുതൽ സമയം അവർ എന്ത് ചെയ്യാൻ പാടില്ല. ആ ഒരു എന്താ ഇമേജിംഗ് ടെക്നോളജി, ഇപ്പൊ എക്സ്റേ ആയിക്കോട്ടെ, സ്കാനിങ് ആയിക്കോട്ടെ, അതെടുത്ത് ചെയ്തു വരാനായിട്ടുള്ള ഒരുപാട് സമയം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ ടൈമിങ്ങിന്, അതായത് തിരക്ക് കുറയുന്ന ആ ഒരു ടൈമിങ്ങിനനുസരിച്ചായിരിക്കണം ഇവരുടെ അപ്പോയിന്റ്മെന്റുകൾ വെക്കേണ്ടത്. ഓക്കെ. ഔട്ട് പേഷ്യൻസ് ആയിട്ടുള്ളവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏതാണ്? ഇൻപേഷ്യൻസ് അല്ലെങ്കിൽ അവിടെ വാർഡ് പേഷ്യൻസ്, അതായത് അവിടെ താമസിച്ച് ചികിത്സ ചെയ്യുന്നത്. കാരണം അവർക്ക് എന്തായിരിക്കും? അവരുടെ കണ്ടീഷൻ കുറച്ച് എന്താണ്? നമ്മുടെ നോർമൽ
കണ്ടീഷൻ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവർ ഓൾറെഡി അവിടെ നമ്മൾ കിടത്തി ചികിത്സിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എപ്പോഴും എങ്ങനെയായിരിക്കണം, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒത്തിരി സമയം വെയിറ്റ് ചെയ്യിക്കാതെ തന്നെ ആ ഒരു പ്രൊസീജിയേഴ്സ് ഏതാണോ ചെയ്യേണ്ടത് അത് ചെയ്യിക്കാനുള്ള കാര്യങ്ങള് അപ്പോയിന്റ്മെന്റുകൾ എപ്പോഴും പ്ലാൻ ചെയ്ത് നടത്തുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നാണ്. ഓക്കെ, രണ്ടാമത്തത് എന്താ? ഡിപ്പാർട്ട്മെന്റ് ടൈമിങ്സ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസീസ്. അപ്പൊ ഹോസ്പിറ്റലിലെ ചില പോളിസീസ് ഉണ്ട് അല്ലെ, ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും ഇങ്ങനെയായിരിക്കണം പെർഫോം ചെയ്യേണ്ടത്, ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഹോസ്പിറ്റൽ ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഹോസ്പിറ്റൽ പോളിസീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ പോളിസീസ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ടൈമിങ്സ് തന്നെയാണോ, ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഹോസ്പിറ്റൽ പോളിസീസിൽ പറഞ്ഞിട്ടുള്ള ടൈമുകളിലാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ തോന്നിയ പോലെ ഓപ്പൺ ചെയ്യാൻ തോന്നിയ പോലെ അടയ്ക്കാനും പറ്റുമോ? ഇല്ല, അത് ആ ഹോസ്പിറ്റലിന്റെ പോളിസീസ് അനുസരിച്ച് നല്ല കൃത്യമായിട്ട് തന്നെയാണോ അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്നുള്ളത് ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്നും ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ് എന്താ? നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവേർട്ടഡ്. എന്താണ് അവേർട്ടഡ് എന്ന് പറഞ്ഞാല്? മീനിങ് അറിയില്ലെങ്കിൽ ഇത് വലിയ ഒഴിവാക്കുക. അവേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക. അതായത് അത്യാവശ്യമല്ലാത്ത വെയിറ്റിംഗ് ടൈമുകൾ ഒത്തിരി എടുക്കാൻ പാടില്ല എന്ന്. അപ്പൊ അങ്ങനെയുള്ള വെയിറ്റിംഗ് ടൈമുകൾ, ആവശ്യമില്ലാത്ത വെയിറ്റിംഗ് ടൈമുകളൊക്കെ എടുക്കണമെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ അവരുടെ റിപ്പോർട്ടുകൾ കൊടുക്കാനും കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ ഒത്തിരി വെയിറ്റ് ചെയ്ത് പേഷ്യൻസ് അവിടെ ഇരിക്കേണ്ടി വരരുത്. അതൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ അവരുടെ പ്രൊസീജിയർ ചെയ്യാനും അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ അവർക്ക് കൊടുക്കാനും ഒക്കെ ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? അത്രയും കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കണം. അതിനെ ആര് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം? ഈ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് അതൊക്കെ നടത്താൻ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടാണ് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കി ഉറപ്പുവരുത്തേണ്ടത് ഈ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഡ്യൂട്ടിയാണ്. എന്താ? റേഡിയോളജി പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. എന്താണ്? മെഷീൻസും എക്യുപ്മെന്റ്സും ഉണ്ടല്ലോ, ഒത്തിരി മെഷീൻസും എക്യുപ്മെന്റ്സും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റില് മെഷീൻസിനോ എക്യുപ്മെന്റ്സിനോ എന്തെങ്കിലും മെയിന്റനൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ വേണ്ടി വന്നാൽ അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കറക്റ്റ് ടൈമിങ്ങില് ആ ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ പ്രോപ്പർ ഫങ്ഷനിങ് ആണ് എല്ലാ മെഷീൻസും എക്യുപ്മെന്റ്സും എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം? ആരുറപ്പ് വരുത്തണം? അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ആൻ എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ മെഡിക്കൽ സ്റ്റാഫ്, the administration and other hospital departments and services. ഇനി ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയായിരിക്കണം? ഒരു എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ്, അതായത് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തന ബന്ധം ആരുമൊക്കെ ആയിട്ട് വേണം? അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് വേണം, പിന്നെ അഡ്മിനിസ്ട്രേഷനോടും വേണം, അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് സർവീസസ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളോടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള അഡ്മിനിസ്ട്രേഷന്റെ ഭാഗങ്ങളോടും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളോടും എല്ലാം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് ആരും ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്? അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തുക. Then assessment of the quality and exactness of radiology services. അതുപോലെ എന്താണ് വിലയിരുത്തേണ്ടത്? അസസ്മെന്റ് എന്ന് പറയുന്നത് വിലയിരുത്തുക അല്ലെ. എന്തൊക്കെ വിലയിരുത്തണം? The quality and exactness of radiology services. Quality എന്ന് പറഞ്ഞാൽ ഗുണനിലവാരം അല്ലെ, ഗുണനിലവാരം ആൻഡ് എക്സാക്ട്നെസ്, അതായത് കൃത്യത. എന്തൊക്കെ വിലയിരുത്തണം? നമ്മുടെ ഈ റേഡിയോളജി സർവീസുകൾ അല്ലെ, ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന എല്ലാ സേവനങ്ങളും വളരെ ഗുണനിലവാരത്തോടു കൂടിയാണോ അവിടെ പെർഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ വളരെ കൃത്യതയോടു കൂടിയാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് വിലയിരുത്തേണ്ടത് ആരാണ്? നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള ഡ്യൂട്ടിയാണ്. All reports are to be signed by radiologist.
ആരാണ് റേഡിയോളജിസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞത്? റേഡിയോളജിസ്റ്റുകളും ഉണ്ട്, റേഡിയോഗ്രാഫേഴ്സും ഉണ്ട്. അവർ തമ്മിലുള്ള രണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാല് റേഡിയോളജിസ്റ്റുകൾ ശരിക്കും മെഡിക്കൽ ഡോക്ടേഴ്സ് തന്നെയാണ്. ഓക്കെ, അവര് ഈ റേഡിയോളജി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡോക്ടേഴ്സ് തന്നെയാണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. റേഡിയോളജിസ്റ്റ്. ഇനി റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഡ്യൂട്ടി എങ്ങനെയായി? അവര് ടെക്നിക്കൽ ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പൊ അത് റേഡിയോഗ്രാഫി ചെയ്യാൻ പാകത്തിന് ഇപ്പൊ എക്സ്റേ, സ്കാനിങ് പോലുള്ള എല്ലാ എക്യുപ്മെന്റ്സും ചെയ്യാൻ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളാണ് റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്. ടെക്നീഷ്യൻസ് ആണ് അവര്. മറ്റവർ റേഡിയോളജിസ്റ്റുകളുടെ തമ്മിലുള്ള വ്യത്യാസം എന്താ? അവര് മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ്. ഈ റേഡിയോളജി വിഭാഗത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ് റേഡിയോളജിസ്റ്റുകള്. ടെക്നീഷ്യൻസ് ആണ് റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. അപ്പോ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു എക്സ്റേ എടുത്തു അല്ലെങ്കിൽ ഒരു സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ടിന്റെ താഴെയായിട്ട് ഈ റേഡിയോഗ്രാഫേഴ്സ് സൈൻ ചെയ്യില്ലേ? അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. റേഡിയോളജിസ്റ്റുകൾ എല്ലാ റിപ്പോർട്ടും ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് വന്ന് ചെയ്യുന്നത്, എന്തൊക്കെ ടെക്നോളജീസ് അവർ പേഷ്യൻസിന് ഉപയോഗിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ റിസൾട്ട് എന്തായിരിക്കണം? റിസൾട്ട് ഈ റേഡിയോളജിസ്റ്റുകൾ സൈൻ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ എന്താ? there should be well trained and registered radiographers. അതുപോലെ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന റേഡിയോഗ്രാഫേഴ്സ് എങ്ങനെയായിരിക്കണം? രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താ? വെൽ ട്രെയിൻഡ് അല്ലെ, വളരെ നല്ല ട്രെയിനിങ്ങുകളൊക്കെ കിട്ടിയ, വളരെ വലിയ പരിശീലനങ്ങൾ കിട്ടിയ ആളുകളായിരിക്കണം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഈ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി അവൈലബിൾ ഓൺ കോൾ അറ്റ് ടൈം. അതുപോലെ തന്നെ എന്തായിരിക്കണം? ആരെങ്കിലും ഒരാൾ എപ്പോഴും വിളിച്ചാല് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കണം ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ, then the standard and regulations of Atomic Energy Regulatory Board അല്ലെ, നമ്മൾ ആദ്യം പഠിച്ചതല്ലേ AERB, Atomic Energy Regulatory Board. Then the Division of Radiological Protection പറ്റി നമ്മൾ പഠിച്ചില്ലേ? ആൻഡ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ BARC എന്നത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവയുമായി ബന്ധപ്പെട്ട് ഇവയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇവയ്ക്ക് കുറച്ച് സ്റ്റാൻഡേർഡുകൾ ആൻഡ് റെഗുലേഷൻസ് അല്ലെ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് നൽകുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ. ഇവയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ പാലിക്കേണ്ടതുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞല്ലോ അതൊരു റെഗുലേറ്ററി ബോഡീസ് ഒക്കെയാണെന്ന്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങളും കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് ഈ റേഡിയേഷനുമായി ബന്ധപ്പെട്ട്. ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണ് മുറുകെ പിടിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അവയെല്ലാം ഇത്രയും സാധനം ഇതാണ് AERB, പിന്നെ എന്താ? ഡിവിഷൻ ഓഫ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് മാനദണ്ഡങ്ങളും ചില റെഗുലേഷൻസ്, നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അതും പാലിക്കണം. അതുപോലെ എന്താ? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അല്ലെങ്കിൽ AERBയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. ബാബ അറ്റോമിക് റിസർച്ച് സെന്ററുമായി ബന്ധപ്പെട്ടും ഇങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നൽകുന്നുണ്ട്. അവയെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഇവ പാലിക്കുന്നുണ്ടോ? ഈ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചാണോ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള ഡ്യൂട്ടീസ്. നമുക്കൊന്നുകൂടി നോക്കാം. എൻലാർജിംഗ് ആൻഡ് കൺസേണിംഗ് മീനിങ് എന്ന് പറഞ്ഞാൽ എൻലാർജിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെവലപ്പിംഗ്, ഓക്കെ, വികസിപ്പിക്കുക, വികസനങ്ങൾ നടത്തുക. ആൻഡ് കൺസേണിംഗ് എന്ന് പറഞ്ഞാൽ അപ്രൂവൽ, അതായത് അനുമതി നൽകുക. അപ്പൊ ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചില പോളിസീസ് അതുപോലെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പോളിസീസും നടപടിക്രമങ്ങളും ഒക്കെ എന്താണ്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് നടത്തേണ്ടത്. ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഈ പോളിസീസും ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് നടത്തേണ്ടതായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുമതികളൊക്കെ നൽകേണ്ടതായിട്ടുണ്ടെങ്കിലോ അതൊക്കെ ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദെൻ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഇൻപേഷ്യൻസ് അല്ലെങ്കിൽ വാർഡ് പേഷ്യൻസിന് അധിക നേരം എന്താണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്? ഈ ഒരു എക്സ്റേയോ സ്കാനിങ്ങുകളോ എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ എപ്പോഴും അപ്പോയിന്റ്മെന്റുകൾ എങ്ങനെയായിരിക്കണം? വളരെ പ്ലാൻഡ് ആയിട്ട് നടത്തേണ്ടതാണ്. ഓക്കെ,
ഇനി രണ്ടാമത് എന്താ പറയുക, ഡിപ്പാർട്ട്മെന്റിന്റെ ടൈമിങ്ങുകൾ അല്ലെ. നമ്മുടെ ഹോസ്പിറ്റൽ പോളിസീസിനനുസരിച്ചുള്ള ടൈമിങ്ങുകളിലായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം നടക്കേണ്ടത്. അല്ലാതെ ആ ഡിപ്പാർട്ട്മെന്റിന് തോന്നുന്ന ഒരു രീതിയിലൊരു ടൈമിങ്ങിലൊന്നും അവിടെ അങ്ങനെയുള്ള ഒരു വർക്കിംഗ് നടത്താൻ പാടില്ല. അപ്പൊ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ പറയുന്ന ആ ഒരു കറക്റ്റ് എന്താണ് സ്റ്റാൻഡേർഡിനനുസരിച്ച് തന്നെയായിരിക്കും നമ്മൾ വർക്കിംഗ് നടത്തുന്നുണ്ടോ എന്നുള്ളത് ആര് മോണിറ്റർ ചെയ്യണം? അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്താണ് അതുപോലെ തന്നെ മറ്റുള്ളവർ ഇപ്പൊ മറ്റു ഏതൊരു പേഷ്യന്റ് വന്നാലും ഒത്തിരി സമയം അവരെ ആവശ്യമില്ലാത്ത ഒത്തിരി സമയം കളയാതെ എന്താണ് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കറക്റ്റ് ടൈമിങ്ങിൽ പ്രൊസീജിയേഴ്സ് ചെയ്യുക. അതേപോലെ തന്നെ ടൈമിങ്ങുകളിൽ എന്താ റിപ്പോർട്ടുകൾ അവർക്ക് കൈമാറാനുമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ എന്താ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. ഇനി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സും എങ്ങനെയായിരിക്കണം? വളരെ നല്ല രീതിയിലാണോ പ്രവർത്തനം നടക്കുന്നത്? എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ അത് ചെയ്യുക എന്നുള്ളത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടതാണ്. അതങ്ങനെ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ആരും ഉറപ്പുവരുത്തുകയും വേണം, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുകയും വേണം. ഞാൻ എന്താ പറഞ്ഞത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ ഒരു എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ആരുമൊക്കെ ആയിട്ട് വെക്കണം എന്നാണ് പറഞ്ഞത്. അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് ഒരു എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ദെൻ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗവുമായിട്ട് ഒരു എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ആൻഡ് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർവീസസ്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും അങ്ങനെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വഹിക്കുന്നുണ്ടോ എന്നുള്ളത് ആര് ശ്രദ്ധിക്കണം? നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്താ പറയുന്നത്? അസസ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ് ഓഫ് റേഡിയോളജി സർവീസസ്. അതുപോലെ ഇപ്പൊ നമ്മുടെ ഓരോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഓരോ സർവീസ് ഉണ്ട് അല്ലെ. ഇപ്പൊ എക്സ്റേസ് സ്കാനിങ്ങുകളൊക്കെ ചെയ്യുന്ന രോഗികൾക്ക് അവരുടെ ആ ഒരു സർവീസ് നമ്മൾ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ആ ഒരു സേവനം വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അതിൽ ക്വാളിറ്റി ഉള്ളതാണോ? ആൻഡ് എക്സാക്ട്നെസ് എന്ന് പറഞ്ഞാൽ കൃത്യതയുള്ളതാണോ? ആ ഒരു റിപ്പോർട്ടുകളൊക്കെ കറക്റ്റ് ആണോ? ആക്യുറേറ്റ് ആണോ? നല്ല രീതിയിലാണോ അതിന്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതാണ് ആരാണ് അസസ്മെന്റ് ചെയ്യേണ്ടത്? ഈ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ റേഡിയോളജിസ്റ്റ്. അതുപോലെ എല്ലാ റിപ്പോർട്ടുകളും അവിടെ പെർഫോം ചെയ്യുന്ന എല്ലാ പ്രൊസീജിയേഴ്സിന്റെയും റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ആരാണ് സൈൻ ചെയ്തിരിക്കണം എന്ന് പറയുന്നു? റേഡിയോളജിസ്റ്റുകൾ സൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരായിരിക്കണം? രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എപ്പോൾ വിളിച്ചാലും നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കണം. ദെൻ എന്താ പറയുന്നത്? AERBയുടെ സ്റ്റാൻഡേർഡ്സ് റെഗുലേഷൻ അനുസരിച്ചും റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള ചില സ്റ്റാൻഡേർഡ്സ് റെഗുലേഷൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടും ഭാവ ആറ്റോമിക് റിസർച്ച് സെന്റർ അല്ലെങ്കിൽ BARCയുമായി ബന്ധപ്പെട്ടുമുള്ള ഈ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റ് ആയിട്ട് നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ? അതനുസരിച്ചാണോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഈ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇതിനനുസരിച്ചാണോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം മൊത്തത്തിൽ ഓവറോൾ ആയിട്ട് മോണിറ്റർ ചെയ്ത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി റിപ്പീറ്റ് ചെയ്യണോ? അത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നമ്മള് പബ്ലിക്കും പിന്നെ എന്താ പഠിച്ചിരുന്ന്? അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടീസും ആണ് പഠിച്ചത് അല്ലെ. അപ്പോ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ റേഡിയോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. നമ്മളിപ്പോ വളരെ കുറച്ച് നോട്ട്സ് അല്ലേ ഉള്ളൂ, കുറച്ച് പോയിന്റ്സ് പറയുന്നുള്ളൂ. പക്ഷെ ചില ടേംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ല, അത് ഞങ്ങൾക്കും അറിയാം. അപ്പൊ അതാണ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഒന്നുകൂടി 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത്. അപ്പൊ അറിയാത്ത ടേംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏതൊരു ലാംഗ്വേജിലായിക്കോട്ടെ അത് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പിന്നീട് ഇതൊരു എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോ ഈ
റേഡിയോളജി ഇനിയുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിലും ഇങ്ങനെ പുതിയ ടേംസ് കുറെ അധികം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ ഓരോ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാല് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണെങ്കിലും ഇത് ഏതൊരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലായാലും കുറച്ച് നമുക്ക് നമ്മുടെ ഓർമ്മയിൽ നിന്ന് എഴുതാനായിട്ടൊക്കെ പറ്റും. അപ്പൊ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മളിപ്പോ പഠിച്ചത് അല്ലെ. അപ്പൊ ഒരു റേഡിയോളജി എന്താണെന്ന് പറഞ്ഞു അല്ലെ, നമ്മൾ റേഡിയോളജി എന്താണെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ ഇമേജിംഗ് ടെക്നോളജീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. 4 ഇമേജിംഗ് ടെക്നോളജീസ് പറഞ്ഞു അല്ലെ. എക്സ്റേ പറഞ്ഞു, അൾട്രാസൗണ്ട് സ്കാനിങ്സ് പറഞ്ഞു, CT സ്കാൻ പറഞ്ഞു, MRI പറഞ്ഞു. ഓക്കെ, എന്താ റേഡിയോളജിക്കൽ വർക്കിന്റെ ബേസിസിൽ 3ആയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളിലെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി പറഞ്ഞു, ഇന്റർവെൻഷണൽ റേഡിയോളജി പറഞ്ഞു, ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി പറഞ്ഞു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ. എന്താ ലൊക്കേഷനിൽ അവിടെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് വരേണ്ടത് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, അതിന്റെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. എന്താ എന്തൊക്കെ സ്പേസുകൾ ആണെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അതുമായി ബന്ധപ്പെട്ട് വേണ്ടത് എന്നുള്ളത് പഠിച്ചു. എന്താ ആ റേഡിയേഷൻസ് അല്ലെ, അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റിസ്കുകളാണെങ്കിൽ എന്തൊക്കെ അപകട സാധ്യതകളാണുള്ളത് എന്ന് പഠിച്ചു അല്ലെ. ഈ രണ്ടെണ്ണം നമ്മൾ പഠിച്ചില്ലേ. സിവിയർ എഫക്റ്റ് പഠിച്ചു, ക്രോണിക് എഫക്റ്റും പഠിച്ചു അല്ലെ. ഓക്കെ, അപ്പൊ അതില് അറിയാത്തതായിട്ടുള്ള ടേംസ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. എന്താ റെഗുലേറ്ററി ബോഡി, അതേതാണ് AERB. ഓക്കെ, AERB ആണ് ഏതാണ് ഇതിന്റെ റെഗുലേറ്ററി ബോഡി എന്ന് ചോദിക്കാം. അപ്പൊ അത് AERB. ഇതുപോലെ തന്നെ AERBയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. എന്താണ് അവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്? എന്താ? ഗ്രാന്റിങ്, റിന്യൂവൽ, ഗ്രാന്റിങ്, റിന്യൂവൽ, വിഡ്രോവൽ ആൻഡ് റിവോക്കേഷൻ കൺസേൺസ് അല്ലെ. എന്തുമായി ബന്ധപ്പെട്ട്? ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോർഡാണ് എന്ത്? AERB എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ഏതാണ് പറയേണ്ടത്? റേഡിയേഷൻ റിസ്കുകൾ അല്ലെ. റേഡിയേഷൻ റിസ്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയേഷനുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ റേഡിയേഷൻ റിസ്കുകളിൽ പറയുന്നത്. അതിൽ 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്, സിവിയർ എഫക്റ്റും ക്രോണിക് എഫക്റ്റും. സിവിയർ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു എക്സ്റേ എടുത്തു അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങുകൾ ചെയ്തു. അപ്പൊ അവിടെ എന്താണ്? കുറച്ചൊരു ഇത്തിരി ടൈമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അല്ലെ. ഇത്തിരി ടൈം. ഇപ്പൊ ഒരു എക്സ്റേ എടുക്കാനായിട്ട് നമ്മളെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി ടൈം അവിടെ എടുക്കണുണ്ടോ? ഇല്ല. റേഡിയേഷൻസുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ റേഡിയേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടി കുറച്ച് ടൈമിൽ നമുക്ക് ഹൈ ഡോസ് ഉള്ള റേഡിയേഷൻ ആണ് നമ്മുടെ ആ ബോഡിയിലേക്ക് കടത്തിവിടുന്നത്. അപ്പൊ കുറച്ച് ടൈം മാത്രമേ നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ കൂടിയും നമുക്ക് കിട്ടുന്ന ആ റേഡിയേഷന്റെ അളവ് എങ്ങനെയായിരിക്കും? കുറച്ച് ഹെവി ഡോസ് ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ചിലർക്ക് എന്താണ്? ചില സൈഡ് എഫക്ട്സുകൾ അല്ലെങ്കിൽ ചില ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ സിവിയർ എഫക്റ്റിൽ പറയുന്നത് കേട്ടോ. അതിൽ ഏതൊക്കെയാ? സെറിബ്രലുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ കൺവൽഷൻസ് അല്ലെങ്കിൽ ഷിവറിങ് ഉണ്ടാവാം അല്ലെ. ചിലവർക്ക് വിറയൽ ഉണ്ടാവാം, ചിലർക്ക് എന്താ കാഴ്ച മങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം, ചിലർക്ക് തലവേദന ഉണ്ടാവാം. ഹെഡുമായി ബന്ധപ്പെട്ട് നമ്മളെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് വയറുമായി ബന്ധപ്പെട്ട് ചിലർക്ക് എന്താ? മൂക്കാനം വരാം, വൊമിറ്റിംഗ് അല്ലെ, ഛർദിക്കാൻ തോന്നുന്നവരുണ്ടാവാം, ഛർദി ഉണ്ടാവുന്നവരാവാം. എന്താ? അബ്ഡോമനുമായി ബന്ധപ്പെട്ട് ചില ഏതെങ്കിലും ഒരു ലോക്കലൈസ്ഡ് ഏരിയയില് ചില പെയിൻസോ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻസ് വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ഒരു യാതൊരു പ്രോബ്ലംസും ഉണ്ടാവണമെന്നില്ല. എന്നാൽ ചിലവർക്ക് ഉണ്ടാവാം. ചിലർക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഓരോരുത്തരുടെയും അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ എന്താ? ബ്ലഡുമായി ബന്ധപ്പെട്ട് ചിലവർക്ക് അനീമിയ ഉണ്ടാവാം, ചിലർക്ക് എന്താ? ബോൺമാരോ ഡിപ്രഷൻസും ഉണ്ടാവാം. ഇനി ക്രോണിക് എഫക്ട് വരുമ്പോ എങ്ങനെയാണ്? ഇവര് ക്രോണിക് എഫക്ട് നമുക്കിപ്പോ ഒരു ക്യാൻസർ പേഷ്യൻസിനെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ക്യാൻസർ പേഷ്യൻസിന് എങ്ങനെയാണ്? അവര് എപ്പോഴും അല്ലെ, അവരൊരു നിരന്തരമായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് അവർ ആ ഒരു റേഡിയേഷൻ എക്സ്പോഷർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഗിവൺ പീരീഡിലല്ലേ, ഷോർട്ട് എക്സ്പോഷർ ആണ് ഓരോ പ്രാവശ്യം കൊടുക്കുന്നതെങ്കിൽ കൂടി അവരെന്താ? റിപ്പീറ്റ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്നുണ്ട് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കി. അപ്പൊ അവർക്ക് എന്താ? വിട്ടുമാറാത്ത ഒരു എഫക്റ്റ് ആണ് അവിടെ അല്ലെ. കാരണം അവർക്ക് പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റേഡിയേഷൻ കിട്ടി, ഇപ്പൊ എക്സ്റേ എടുക്കാൻ പോയപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ അല്ലെ. അപ്പൊ ഒന്നില്ലെങ്കിൽ ആ ഒരു ദിവസം മാക്സിമം ഒരു ദിവസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ അനുഭവപ്പെടില്ല. എന്നാൽ ക്രോണിക് എഫക്ട് വരുമ്പോൾ അത് നിരന്തരമാണ്. കാരണം അത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് ഈ റേഡിയേഷൻ ഷോർട്ട് അളവിലുള്ള റേഡിയേഷൻ ആവാം, എന്നാൽ കൂടി എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് അത് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു സൈഡ് എഫക്റ്റും എങ്ങനെയായിരിക്കും? കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പെട്ടെന്ന് മാറാൻ പറ്റും, വിട്ടുമാറാൻ
മാറാത്ത രീതിയിലുള്ള ഒരു എഫക്റ്റുകളായിരിക്കും പിന്നീട് അവർക്ക് റിസ്കുകളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ സ്കിന്നാണെങ്കിൽ ഇപ്പൊ ഹെയർ ലോസ് നമുക്ക് നോക്കാം. ഇപ്പൊ ഹെയർ മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് വരുമോ? പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം നമുക്ക് വരുമോ? ഇല്ല. അതേസമയം നിങ്ങൾ നോക്കി ഷിവറിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ ഛർദിയോ വോമിറ്റിംഗ് ഒക്കെ ആണെങ്കിലോ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ അല്ലെ. അത് കഴിഞ്ഞാൽ അത് മാറി നമ്മൾ നോർമൽ ആവില്ലേ. അതേസമയം ഇവിടെ ക്രോണിക് എഫക്റ്റിൽ വരുന്നവർക്ക് എങ്ങനെയാണ് അവരുടെ എഫക്റ്റ് കുറച്ച് വിട്ടുമാറാത്തൊരു എഫക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഹെയർ ലോസ് ആയിക്കോട്ടെ, ലുക്കീമിയ ആയിക്കോട്ടെ, ബ്ലഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ലുക്കീമിയ പറഞ്ഞു. അതൊക്കെ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മാറോ? ഇല്ല. അത് എന്താണ് കുറച്ച് അതിന്റെ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണ്. അവർക്ക് കുറച്ച് നാൾ നീണ്ടു നിന്ന് വിട്ടുമാറാത്തൊരു എഫക്റ്റ് ആണ് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ഇങ്ങനെയുള്ള റേഡിയേഷൻസ് കിട്ടുന്നവർക്ക് ഇങ്ങനെയുള്ള മറ്റ് ക്യാൻസറുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ എന്താ കണ്ണുമായി ബന്ധപ്പെട്ട എന്താണ് തിമിരം അല്ലെ, അല്ലെങ്കിൽ കെട്രാക്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ മന്ദതയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് എന്താണ് ലോങ് ലാസ്റ്റിംഗ് കുറച്ച് നാളെ വിട്ടുമാറാത്തൊരു അവസ്ഥയാണ്. അപ്പൊ അതാണ് ക്രോണിക് എഫക്റ്റില് വരുന്നത്. ഓക്കെ, നമ്മൾ ഏതാ പഠിച്ച റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പഠിച്ചു. 3 ടൈപ്പ് പഠിച്ചു അല്ലെ. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻസിനെ പറ്റി പഠിച്ചു. ദെൻ എന്തൊക്കെയാണ് മെഷേഴ്സ് എടുക്കേണ്ടത്, പേഷ്യൻസിന് എന്തൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടി മെഷേഴ്സ് എടുക്കണം, ദെൻ സ്റ്റാഫുകൾക്ക് എന്തൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്, പബ്ലിക്കിന് വേണ്ടി എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം എന്നുള്ളതും നമ്മൾ പഠിച്ചു. അതുപോലെ എന്താ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ വേണം എന്നുള്ളത് പഠിച്ചു അല്ലെ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയാലോ? ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതിയെടുത്തേ നിങ്ങള്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതിയെടുത്തേ, നോട്ട് എടുത്തോ. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഈ ഒരു ചാപ്റ്ററുമായിട്ട് ഒന്ന് തരാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് നമ്മളിപ്പോ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. അപ്പോ ഏതോ ഒരു കുട്ടി എന്താണ് ഇന്നലെ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ അവരെന്ത് ചെയ്യാ, ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യാ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് ഫുൾ അത് ഒന്ന് എന്താണ് റിപ്പീറ്റ് ചെയ്യാൻ നിന്നാല് അത്രയും അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ ആ ഒരു ടൈം നമ്മൾ എടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ, in radiology diagnosis, in radiology diagnosis, in radiology diagnosis, in radiology diagnosis, in radiology diagnosis. Okay, ഇനി ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് തരാം കേട്ടോ, നിങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പൊ ആ സമയത്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇൻ റേഡിയോളജി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്, ഇൻ റേഡിയോളജി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്, diagnosis and treatment of disease by using dash. Okay, in radiology diagnosis and treatment of disease by using dash. Okay, ഇപ്പൊ ക്വസ്റ്റ്യൻസ് മാത്രമേ എഴുതിയെടുക്കാം കേട്ടോ, ആൻസർ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് എഴുതിയത്, ഇൻ റേഡിയോളജി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ബൈ യൂസിങ് ഡാഷ്. ഓക്കെ, then second question എഴുതിയേ, the procedure that is done to create, the procedure that is done to create image within the body, the procedure that is done to create image within the body, especially the bones,
is called dash. Is called dash. The procedure that is done to create image within the body, especially the bones, is called dash. Okay. Then third question is radiology. Radiology that focus on using minimally invasive interventional techniques to diagnose and to treat patients for radiology that focus on using minimally invasive interventional techniques to diagnose and to treat patients. Okay. Then അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ് കേട്ടോ. എഴുതിക്കോളൂ. ഫോർത്ത് വൺ അല്ലേ? Dosimeter is used to assess. Dosimeter is used to assess the absorbed rate of dash. Previous question ആണ്. Dosimeter is used to assess the absorbed rate of dash. Okay, absorbed rate of dash. Then അടുത്ത ഒരു previous question ആണ്. What is the adequate distance? What is the adequate distance between machine and control panel? Machine and control panel in a radiation room. ഒന്നുകൂടി പറയാം. What is the adequate distance between machine and control panel in a radiation room? Okay. അടുത്തതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എഴുതിക്കോ. Angiographies are performed for visualizing dash. Angiographies are performed for visualizing dash. Angiographies are performed for visualizing dash. Okay. 1 minute. Okay. ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താമേ. In radiology, all the reports
in radiology, all the reports are to be signed by dash. In radiology, all the reports are to be signed by dash. Okay. Okay, നിങ്ങൾ ഒന്ന് ജസ്റ്റ് വേഗം ഒന്ന് വായിച്ചു നോക്കി അതിന് ആൻസർ കിട്ടുന്നുണ്ടോന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിക്കേ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? In radiology, diagnosis and treatment of diseases by using dash. ഏത് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്? Imaging technology. Imaging technologies. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കാട്ടോ. Then രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? The procedure that is done to create image within the body, especially the bones. അല്ലേ? ഏത് പ്രൊസീജിയർ ആണ് ബോൺസ്? X-ray. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണോട്ടോ. Then അടുത്ത third question ആൻസർ ഏതാണ്? Radiology that focuses on using minimally invasive interventional techniques to diagnose and to treat patients. ഏതാണ്? Interventional radiology. Yes, very good. Interventional radiology. അല്ലേ? Interventional radiology. And അടുത്തത് ഏതാണ്? Dosimeter ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? Dosimeter is used to assess the absorbed rate of dash. ഏതാണ് absorbed rate? ഇതിന്റെ absorbed rate എടുക്കുന്നത് ഓപ്ഷൻസ് പറയട്ടെ. ഓപ്ഷൻസ് ലൈറ്റ്, ഹീറ്റ്, റേഡിയേഷൻ ആൻഡ് സ്റ്റീം. ഏതാണ്? റേഡിയേഷൻ അല്ലെ? റേഡിയേഷന്റെ അബ്സോർബ്ഡ് റേറ്റ് ആണ് എടുക്കുന്നത് കേട്ടോ. റേഡിയേഷൻ എഴുതുക. റേഡിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? വാട്ട് ഈസ് ദ അതിന്റെ ആൻസർ എന്താ മാഡം? മൂന്നാമത്തിന്റെ റേഡിയേഷൻ. മൂന്നാമത്തിന്റെ ആണോ? ഫോർത്ത് വൺ അല്ലേ ഇത്? മൂന്നാമത്തിന്റെ പറഞ്ഞോ. മൂന്നാമത്തിന്റെ ഇന്റർവെൻഷണൽ റേഡിയോളജി. ഫോർത്ത് വണ്ണിന്റെ ഏതായിരുന്നു? റേഡിയേഷൻ. അല്ലെ? ഫിഫ്ത് വണ്ണിന്റെ ആൻസർ ഏതായിരുന്നു? എത്രയായിരുന്നു? മെഷീൻസും Yes, very good. 3 meter. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ആൻജിയോഗ്രഫീസുമായി ബന്ധപ്പെട്ടല്ലേ? ആൻജിയോഗ്രഫി എന്തുമായി ബന്ധപ്പെട്ടാണ് പെർഫോം ചെയ്യുന്നത്? ബ്ലഡ് വെസൽസ്. റേഡിയോളജിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ സൈൻ ചെയ്യുന്നത് ആരാണ്? റേഡിയോളജിസ്റ്റ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയി. ആറാമത്തെ ആൻസർ എന്താ? ആറാമത്തെ ബ്ലഡ് വെസൽസ്. ആൻജിയോഗ്രഫീസുമായി ബന്ധപ്പെട്ട് എന്തിനെ വിഷ്വലൈസ് ചെയ്യുന്നു? എന്തിനെ ദൃശ്യവൽക്കരിക്കുന്നത്? അവിടെ ബ്ലഡ് വെസൽസ് ഇമേജല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ബ്ലഡ് വെസൽസ് ആണ് അതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ. അഞ്ചാമത്തെ എന്താ മാഡം? അഞ്ചാമത്തെ ഡോസിമീറ്റർ ആണോ? എത്ര മീറ്റർ ആണ് ഡിസ്റ്റൻസ് വേണ്ടത്? 3 meters. 3 meters. ഓക്കെ, 3 meters. അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്നത്തെ കൊണ്ട് നിർത്തുകയാണ്. ഒരു അറിയിപ്പുണ്ട് കേട്ടോ. ക്ലാസ് ഉണ്ടാവില്ല, കാരണം ഭയങ്കര മഴയില്ലേ നമുക്ക്. അതിശക്തമായ മഴ ആയതുകൊണ്ട് ഇന്ന് ഇനി ഈ ക്ലാസ്സോടുകൂടി നമ്മുടെ ക്ലാസ് തീരാണ്. ഇന്ന് ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. ഇനി പത്ത് ക്ലാസ്സുകൾ ഉണ്ടാവില്ല. ഓക്കെ, ഇന്നൊരു ദിവസത്തേക്ക്. ക്ലിയർ ആയോ? നാളെ ക്ലാസ് ഉണ്ട് മിസ്. നാളത്തേക്കുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിപ്പ് വരും കേട്ടോ. ഓക്കെ. ക്ലാസ് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ക്ലാസ് ഇന്നില്ലെന്നാണോ? ഇനി അങ്ങോട്ടില്ലെന്നാണോ? മഴ കഴിഞ്ഞിട്ട് ഇന്നില്ല. ഇന്നിനി ഈ ക്ലാസ്സോട് കൂടി കഴിഞ്ഞു. ഇന്ന് വേറെ ക്ലാസ്സും കൂടി ഇല്ലേ? നാളത്തെ ഇൻഫർമേഷൻ ഇട്ട് തരും കേട്ടോ നാളത്തെ കാര്യങ്ങൾക്ക്. ഏത് ചാപ്റ്റർ? ഇനി അടുത്ത ചാപ്റ്റർ എടുക്കാൻ പോകുന്നത് ഡയറ്ററി സർവീസ് ആണ് കേട്ടോ. ഡയറ്ററി സർവീസ് 23 ചാപ്റ്റർ. അപ്പൊ അതിന്റെ നോട്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് എടുത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഡയറ്ററി സർവീസ്. ഓക്കെ മാം, താങ്ക് യു മാം. അപ്പൊ ചിലവർക്ക് ക്ലിയർ ആയില്ല അല്ലെ? നാളെ എന്താ ഇന്നത്തെ ദിവസം, ഇന്ന് മഴയല്ലേ നമുക്ക്. മഴ ഭയങ്കര അതിശക്തമായ മഴ ആയതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി നിങ്ങളുടെ ക്ലാസ് ഇനി വേറെ ഫർദർ ക്ലാസ്സുകൾ ഉണ്ടാവില്ല.
ഓക്കെ, വേറെ മറ്റു ക്ലാസ്സുകളിൽ ഇന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് അറിയിപ്പ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നാളത്തെ ഇതിനെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് നാളെ ഉണ്ടോ ഇല്ലെന്നുള്ളത് ഇൻഫർമേഷൻ ഇട്ട് തരും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, കേൾക്കാത്തവരുണ്ടെങ്കിലൊക്കെ കേട്ടോ. ശരി, അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.